വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഡയബറ്റീസ് മെൽറ്റസ് ആണ്. സോ ഈ നോട്ട് ഫുള്ള് നിങ്ങൾ പഠിച്ചാൽ ഏകദേശം 10 മാർക്കിന് എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. സോ എന്താണ് ഡയബറ്റീസ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മെറ്റാബോളിക് ഡിസോർഡർ ആണല്ലേ ഡയബറ്റീസ് എന്ന് എല്ലാവർക്കും അറിയാം. സോ ബേസിക്കലി ഡയബറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയുമായി ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡയബറ്റീസ് വന്നാൽ ഒരുപാട് അസുഖങ്ങളുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ ഓർഗൻസ് ഒക്കെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള അസുഖമാണ് ഡയബറ്റീസ്. സോ ഇത് ഗ്ലോബൽ പ്രിവാലൻസ് ആണ്. ടോപ്പ് 5 കൺട്രിയിൽ ഇന്ത്യ ഇപ്പോഴും ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഡയബറ്റിക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കേട്ടോ. സോ ടൈപ്പ് ഓഫ് ഡയബറ്റീസ് മെൽറ്റസ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസ് ആണ്. ഇതിൽ നമ്മൾ അല്ലാണ്ട് പറയുന്ന ജുവനൈൽ അല്ലെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻഡ് ഡയബറ്റീസ് മെൽറ്റസ് IDDM എന്നും പറയാറുണ്ട്. സോ ഏതെങ്കിലും ഒരു പേര് പഠിച്ചാലും മതി. ബേസിക്കലി 5 ആൾക്കാരിൽ 5 മുതൽ 10 കേസ് വരെയാണ് നമുക്ക് നോർമലി ടൈപ്പ് 1 ഡയബറ്റീസ് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയാം, ജുവനൈൽ അല്ലെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് IDDM എന്ന് പറയും, ടൈപ്പ് 1 എന്നും പറയും. സോ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, എല്ലാവരിലും കാണുന്നതാണ്. നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെൽറ്റസ് NIDDM. മറന്നു പോകരുത്, NIDDM ആണ്. 90 to 95% ഓഫ് DM കേസുകളും കൂടുതലും വരുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി 2 ടൈപ്പ് മേജർ ഡയബറ്റീസ് മനസ്സിലായി. നമുക്കിനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഉള്ളത് GDM ആണ്, ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെൽറ്റസ്. നമുക്ക് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഡയബറ്റീസ് ആണ് GDM പറയുക. സോ സെക്കൻഡറി DM ഉണ്ട്, അത് നമുക്ക് ഹോർമോൺ ഇഷ്യൂസ് കാരണമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസോർഡർ, പാങ്ക്രിയാസ് ഡിസോർഡറോ അല്ലെങ്കിൽ ഡ്രഗ് കഴിച്ചത് കാരണം ഉണ്ടാകുന്ന ഡയബറ്റീസ് ആണ് സെക്കൻഡറി DM എന്ന് പറയുക. അപ്പോൾ എന്താണ് ടൈപ്പ് 1, ടൈപ്പ് 2 ജസ്റ്റേഷണൽ ആൻഡ് സെക്കൻഡറി DM ആണ് നമുക്കുള്ളത്. സോ ടൈപ്പ് 1 എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ജുവനൈൽ അല്ലെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻഡ് ആണ്. സോ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ ആണ്. സോ നമ്മുടെ പാങ്ക്രിയാസിലുള്ള ബീറ്റാ സെൽസുകൾ നശിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു. നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ്റെ അളവ് എന്ത് ചെയ്തു? ഡെഫിക്കേറ്റ് ആവുന്നു, ലാക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ടൈപ്പ് 1 വരിക. സോ ട്രീറ്റ്മെന്റ് നമ്മൾ എന്താ വെച്ചാൽ ഇൻസുലിൻ കൊടുക്കും കേട്ടോ. ഇൻസുലിൻ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതൊക്കെ ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ ഓഫ് പാങ്ക്രിയാസ് ബീറ്റാ സെൽസ് ആണ്. സോ ഇൻസുലിൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് കോൾഡ് ജുവനിയൽ. സോ എറ്റിയോളജി പറയുവാണെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് ഓൾറെഡി പാരമ്പര്യമായിട്ട് ഷുഗറുള്ള ആൾക്കാർ നമുക്കറിയാം. ആൻഡ് ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് അബ്നോർമൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. നമ്മുടെ ബീറ്റാ സെൽസ് ഇല്ലേ, നമ്മുടെ പാങ്ക്രിയാസിലുള്ള ബീറ്റാ സെൽസിൽ ഉണ്ടാവുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ്, അബ്നോർമൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ എൻവയോൺമെന്റൽ ട്രിഗർ, നമുക്ക് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം നമുക്ക് വരാം. അത് മാത്രമല്ല ഓൾറെഡി പറഞ്ഞതുപോലെ ബീറ്റാ സെല്ലിന്റെ ഡിസ്ട്രക്ഷൻ കാരണം ഇൻസുലിൻ പ്രൊഡക്ഷൻ സെല്ലിന് ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാവുന്നു. ആലോചിക്കുക, ഇൻസുലിൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ജനറ്റിക് ഉണ്ട്, ഇമ്മ്യൂണോളജിക്കൽ ഉണ്ട്, എൻവയോൺമെന്റൽ ഉണ്ട്, ആൻഡ് ബീറ്റാ സെൽ ഡിസ്ട്രക്ഷൻസ് ഉണ്ട്. സോ സൈൻ ആൻഡ് സിംറ്റം പോളിയൂറിയ, നമുക്ക് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. പോളിഡിപ്സിയ, നമുക്ക് ഭയങ്കര ദാഹമായിരിക്കും. പോളിഫാഗിയ, ഇൻക്രീസ്ഡ് ഹങ്കർ, ഭയങ്കരമായിട്ട് വിശപ്പുണ്ടായിരിക്കും. ആൻഡ് വെയിറ്റ് ലോസ് ഉണ്ടാവും. ഇത് ഡയബറ്റീസിന്റെ കോമൺലി കാണുന്ന സൈൻ ആൻഡ് സിംറ്റം ആണ്. സോ ടൈപ്പ് 1 ഡയബറ്റീസിന്റെ പാത്തോഫിസിയോളജി ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. അത് വീണ്ടും കൂടെ ഒന്നും കൂടെ നമ്മൾ വിപുലീകരിച്ചോളൂ, നിങ്ങൾ വായിച്ചാൽ മതി. സോ ടൈപ്പ് 2 ഡയബറ്റീസ് മെൽറ്റസ് നോക്കാം. സോ പ്രിവാലന്റ് കോമൺലി ഉണ്ടാവുന്നതാണ് ഞാൻ പറഞ്ഞു. നമുക്ക് മിക്കവാറും ഓവർ വെയിറ്റ് കാരണമോ അല്ലെങ്കിൽ നമുക്ക് അറിയാണ്ട് ഇപ്പൊ ബേസിക്കലി ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ചസിന് പ്രശ്നം വരില്ലേ. ഇപ്പൊ എക്സാമ്പിൾ അധികമായി ഷുഗർ ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അല്ലെങ്കിൽ ഡയറ്റ് നോർമലി ഫോളോ ചെയ്യാത്ത ആൾക്കാരില്ലേ, മിക്കവാറും ഓവർ വെയിറ്റ് തന്നെയായിരിക്കും മിക്കവാറും പേഷ്യൻസിന് വരിക എന്നുള്ളതാണ്. സോ ക്യാരക്ടേഴ്സ് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആൻഡ് ബീറ്റാ സെൽ ഡിസ്ഫങ്ഷൻ. മറ്റടുത്ത് നമ്മൾ ബീറ്റാ സെൽ ഡിസ്ഫങ്ഷൻ പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ ബീറ്റാ സെല്ലിന്റെ ഡിസ്ട്രക്ഷൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ കൂടെ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസും കൂടെ. നമുക്ക് ബോഡിയിൽ പ്രോപ്പറായിട്ടുള്ള ഇൻസുലിൻ ഉണ്ട്, പക്ഷെ ആ ഇൻസുലിന് ബോഡിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പക്ഷേ നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നൊരു കേപ്പബിലിറ്റിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. സോ അത് കാരണം നമുക്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ബീറ്റാ സെൽസിൻ്റെ, പാങ്ക്രിയാസിൻ്റെ ഡാമേജും സെൽസിൻ്റെ ഡാമേജും കൂടെ ഒരുമിച്ച് വരാം എന്നുള്ളതാണ്. മോസ്റ്റ് കോമൺ ടൈപ്പാണ്. ഒന്നും കൂടെ പറയാം, ഒരു സിമ്പിളായിട്ട് നമുക്ക് പഠിച്ച് തീരാന്നുള്ള ഡയബറ്റീസ് അത്രയേ ഉള്ളൂ കേട്ടോ. ടൈപ്പ് 2 ഇവിടെയും ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, ഫാമിലി ഹിസ്റ്ററി പ്രശ്നം തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഇല്ലേ, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് പുവർ ഡയറ്റ് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം തന്നെയാണ്. ഏജ്, പ്രായം കൂടുന്തോറും ചില ആൾക്കാരിൽ
റിസ്ക് കാണിക്കാറുണ്ട് 45 മോർ ഏജ് കാണിക്കുന്നവർക്ക്. ആൻഡ് മെറ്റബോളിക് സിൻഡ്രോം, ഇപ്പോൾ മെറ്റബോളിക്കിൽ അല്ലെങ്കിൽ മെറ്റബോളിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ടാവും, പ്രോപ്പറായിട്ട് ഫുഡ് മെറ്റബോളൈസ് ആകാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും, അവർക്ക് ഈ പ്രശ്നം ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ നമ്മൾ ഡെയിലി റുട്ടീനിൽ കാണുന്ന കാര്യമായതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോയിന്റ് മാത്രം എംഫസൈസ് ചെയ്താൽ മതിയല്ലോ. ഇവിടെയും സെയിം, പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫാഗിയ, ഫെറ്റിയ ഒക്കെ നോർമലി ഉണ്ടാവുന്ന സൈൻ ആൻഡ് സിംറ്റം ആണ്. സോ ബേസിക്കലി പാത്തോഫിസിയോളജി ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇൻസുലിന് ബോഡിക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബോഡിയോട് ഇൻസുലിൻ റെസിസ്റ്റന്റ് കാണിക്കുകയാണ്. ബിക്കം ലെസ് റെസ്പോൺസീവ് ടു ഇൻസുലിൻ. ബോഡിയിൽ ഇൻസുലിൻ ഉണ്ട് പക്ഷെ ലെസ് റെസ്പോൺസീവ് ആണ്. അത് മാത്രമല്ല റെഡ്യൂസ് ഗ്ലൂക്കോസ് അപ്ടേക്ക്. സോ ഗ്ലൂക്കോസ് അപ്ടേക്ക് കുറയുന്നു. ആൻഡ് കോമ്പൻസേറ്ററി ഇൻസുലിൻ സെക്രീഷൻ ആണ്. പാൻക്രിയാസ് ഇൻസുലിൻ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എന്തെന്നു നമ്മളെ ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആക്കാൻ വേണ്ടി, മെയിൻ ആക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാര്യം ബോഡിയിൽ ഉണ്ടല്ലോ, എന്നിട്ട് ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ബോഡി ആലോചിക്കും ഓക്കെ ഞാൻ കൊടുക്കുന്ന കറക്റ്റ് ആവുന്നില്ല, അപ്പോൾ വീണ്ടും കൂട്ടിക്കൊണ്ടേയിരിക്കും. ആൻഡ് ബീറ്റ സെൽ ഡിസ്ഫങ്ഷൻ നമുക്കറിയാം, കൂടുതൽ പ്രൊഡ്യൂസ് അവസ്ഥ നശിച്ചു പോകുന്നു, എന്താണ് ചീത്തയായി പോവുകയാണ് ചെയ്യുക. അങ്ങനെ ബീറ്റ സെൽസ് അടിച്ചു പോകുന്നു, ഡിസ്ട്രക്ട് ആവുന്നു എന്നുള്ളതാണ്. ആൻഡ് ഹൈപ്പർഗ്ലൈസിമിയ, ബ്ലഡ് ഷുഗർ ലെവൽ കൂടുകയാണ് ചെയ്യുക. കാര്യം പ്രോപ്പറായിട്ട് ഗ്ലൂക്കോസ് ഒന്നും എഫിഷ്യൻ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ബേസിക്കലി എന്ത് ചെയ്യുന്നു, എല്ലാം അടിച്ചു, ഫുൾ സിസ്റ്റമേ പ്രശ്നം വരുന്നു എന്നുള്ളതാണ്. ഇതാണ് പാത്തോഫിസിയോളജി. സോ ഇത് ഭയങ്കര സിമ്പിളാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ്, കോമ്പൻസേറ്ററി ഇൻസുലിൻ സെക്രീഷൻ, ബീറ്റ സെൽ ഡിസ്ഫങ്ഷൻ ആൻഡ് ഹൈപ്പർഗ്ലൈസീമിയ. ഒരു കാര്യം ആലോചിക്കുക, ഇൻസുലിൻ റെസിസ്റ്റൻസും ബീറ്റ സെൽ ഡിസ്ഫങ്ഷനും ഒരുമിച്ചാണ്. ഒന്നെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാത്രമാകാം, ഇല്ലെങ്കിൽ ബീറ്റ സെൽ ഡിസ്ഫങ്ഷൻ ആകാം, ഇല്ലെങ്കിൽ കോമൺലിയും ആകാം. അത് മറന്നു പോകരുത്. രണ്ടിൻ്റെയും കമ്പാരിസൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് അതുപോലെ വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് അവിടെ വീഴും. അതിലൊരു മാറ്റവും ഇല്ല. കാര്യം ബിക്കോസ് ഇറ്റ്സ് ക്ലിയർലി വിസിബിൾ ദാറ്റ് വാട്ട് യു നോ ഓർ നോട്ട് എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നെക്സ്റ്റ് കോമൺ സിംറ്റംസ് ഞാൻ ഓൾറെഡി പറഞ്ഞത് എല്ലാം കോമൺലി ഉള്ളതാണ്. ഹൈപ്പോഗ്ലൈസീമിയയ്ക്കും ഹൈപ്പർഗ്ലൈസീമിയയ്ക്കും ചില വ്യത്യാസങ്ങളുണ്ട്. ഹൈപ്പോ ആണെന്നുണ്ടെങ്കിൽ ഹെഡ് ഏക്ക്, പലോറ്, ഡിസ്നസ്, ആങ്സൈറ്റി ഒക്കെ വരും. ചില ആൾക്കാർ ബോധം കെട്ട് വീഴാറുണ്ട്. ഹൈപ്പോക്കെ അടിച്ചു പോയി മരിച്ചു പോലും പോകാറുണ്ട് കേട്ടോ. ഒരു 20 ബിലോ ഒന്ന് അടിച്ചൊക്കെ പോകാറുണ്ട്. മരണം ഉറപ്പാണ് കേട്ടോ. ഹൈപ്പർ ആണെങ്കിൽ പോളിയൂറിയ, ഡിപ്സിയ, ഫാജിയ ഒക്കെയാണ് ഡ്രൈ മൂത്ത് വരാം. ആൻഡ് അത് മാത്രമല്ല ഹൈപ്പർഗ്ലൈസിമിയ സ്റ്റേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമൊക്കെ ഉള്ള കേസാണ്. സോ ഇത് കോമൺ സിംറ്റംസ് ആണ്. നമുക്ക് ഓൾറെഡി സിംറ്റംസും കാര്യങ്ങളും അറിയാം, അത് തന്നെ അങ്ങ് പഠിച്ചാൽ മതിയാകും. സോ ഡയഗ്നോസിസ് നമ്മൾ പറയുവാണെങ്കിൽ HbA1c നോക്കുക എന്നുള്ളതാണ്. ബേസിക്കലി ഒരു ആവറേജ് ബ്ലഡ് ഷുഗർ ലെവൽ നമ്മൾ നോക്കണം. പാസ്റ്റ് 2 മുതൽ 3 മാസം വരെ ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. പിന്നെ FBS നോക്കണം, NRBS നോക്കണം, ഫാസ്റ്റിംഗ് നോക്കണം, റാൻഡം നമുക്ക് ഡേ ടൈമിൽ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്രാഫൊക്കെ വരച്ച് നമ്മൾ നോക്കും കേട്ടോ. ഗ്രാഫൊക്കെ വരച്ചിട്ട് റാൻഡം എങ്ങനെ, FBS എങ്ങനെ, RBS എങ്ങനെയൊക്കെ നമ്മൾ നോക്കാറുണ്ട്. സോ ഈ 3 ടെസ്റ്റുകളാണ് നമുക്കുള്ളത്. സോ എന്തൊക്കെ പറഞ്ഞു, ടൈപ്പ് 1 പറഞ്ഞു, ടൈപ്പ് 2 പറഞ്ഞു. ടൈപ്പ് 1 ആണെങ്കിൽ എന്ത് പറഞ്ഞു, നമുക്ക് ടൈപ്പ് 2 ആണെങ്കിൽ ബോത്ത് ഡിസ്ട്രക്ഷനും നമുക്ക് ആവശ്യമുള്ള റെസിസ്റ്റൻസും, മറ്റേതാണെങ്കിൽ ഡിസ്ട്രക്ഷൻ മാത്രമാണ്. സോ അത് ജുവനിലാണ്. ഇതങ്ങനെയല്ല, ഇൻസുലിൻ നോൺ ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഇവിടെ ഗുളികകളൊക്കെ എടുക്കേണ്ട ആവശ്യം വരുന്നത് കോമൺലി കാണുന്ന ഒരു പ്രീവാലൻ്റ് ആയിട്ടുള്ളൊരു ഡിസീസാണ് ടൈപ്പ് 2 എന്ന് പറഞ്ഞത്. അപ്പം ജസ്റ്റ് വായിച്ചാൽ മതി, ക്ലാസ് മാത്രം കേട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വേണം. താങ്ക് യു.